കല്യാണി അമ്മയ്ക്ക് ഇതൊന്നും അത്ര വിശ്വാസമാകുന്നില്ല. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ കാര്യങ്ങൾ. സർക്കാർ ആശുപത്രി എന്നാൽ ദുരിതങ്ങൾ പൊട്ടിയൊലിച്ചു കിടക്കുന്ന, ശാപവാക്കുകൾ നിർത്താതെ പെയ്യുന്ന പരിമിതികളുടെ ഇടം എന്നതായിരുന്നല്ലോ നാളിതുവരെ അവരുടെ തലമുറ കണ്ടുപോന്നത്. അതിനാൽ പേരാമ്പ്രക്കാരി കല്യാണിയമ്മ അത്ഭുത ലോകത്തിലെ ആലീസായി മാറുന്നതിൽ തെല്ലും അത്ഭുതപ്പെടേണ്ട. പണ്ട് ഇത്ര സൗകര്യമൊന്നും പണ്ടില്ല. ഒരു ഇടുങ്ങിയ ആസ്പത്രി, നമുക്ക് നിൽക്കാനൊന്നും പറ്റാത്തൊരു ആസ്പത്രി. പിന്നെ പ്രസവമെല്ലാം ഉണ്ട് അത്യാവശ്യം ഇതിൻ്റെ അപ്പുറത്തെ മുറിയിൽ. അതെല്ലാം ഇപ്പോൾ മുകളിലാക്കിക്ക് നല്ല സൗകര്യമുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും നല്ല സൗകര്യമാണ്. ഇപ്പോൾ കക്കൂസ്, കുളിമുറി, പിന്നെ കുടിക്കാനുള്ള വെള്ളം എന്നൊക്കെ ഉണ്ടല്ല. കഞ്ഞി രാവിലെ കിടക്കുന്നവർക്ക് രാവിലെ കഞ്ഞിയുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരും ഇവിടെ വണ്ടിയിലാക്കി. നല്ല നല്ല സൗകര്യമാണ്. അങ്ങ് വടക്ക് പേരാമ്പ്രയിൽ നിന്ന് ഇങ്ങ് തെക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തുമ്പോൾ വിസ്മയം ഒട്ടും കുറയുന്നില്ല. സർക്കാർ ആശുപത്രികളുടെ മുഖച്ഛായ മാറ്റി മികച്ച അടിസ്ഥാന സൗകര്യമൊരുക്കി രോഗീ സൗഹൃദമാക്കുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച സുപ്രധാന പദ്ധതിയാണ് ആർദ്രം മിഷൻ. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിൽ ആവിഷ്കരിച്ച പദ്ധതികൾ ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുണ്ട്. വൃത്തിയുള്ള വിശാലമായ OP സൗകര്യങ്ങളും വാർഡുകളും കിടക്കകളും ശൗചാലയങ്ങളും ഒരുക്കിയിരിക്കുന്നു. OPയിൽ വരുന്ന രോഗികൾക്ക് വീട്ടിൽ ഇരുന്നോ അക്ഷയ മുഖേനയോ ഡോക്ടറെ കാണുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ആശുപത്രിയിലെത്തിയാൽ ഒരു സ്ഥലത്തും ക്യൂ നിൽക്കാതെ ഡോക്ടർമാരെ കാണാനും എക്സ്റേ എടുക്കാനും ലാബ് പരിശോധന നടത്താനും മരുന്ന് വാങ്ങി പോകാനുമുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. ശീതീകരിച്ച കൺസൾട്ടേഷൻ വാർഡുകൾ, രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇരിക്കാനുള്ള എയർപോർട്ട് കസേരകൾ, ശുദ്ധീകരിച്ച കുടിവെള്ളം, സ്നാക്സ് ക്യാന്റീനുകൾ, ബോധവൽക്കരണത്തിനും മാനസികോല്ലാസത്തിനുമുള്ള ടിവികൾ, ഓരോ OPക്കും പ്രത്യേകം നിറമുള്ള അടയാള ചിഹ്നങ്ങൾ, പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റം എന്നിവയും പ്രത്യേകതയാണ്. കൂടാതെ ഭിന്നശേഷിക്കാർക്കായുള്ള ശൗചാലയങ്ങളും റാമ്പുകളും നിർമ്മിച്ച് രോഗീ സൗഹൃദ അന്തരീക്ഷം ക്രമീകരിച്ചിട്ടുണ്ട്. ലോകോത്തര മാതൃകയാകുന്ന ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു മെഡിക്കൽ കോളേജ് ഇന്ന്. മെഡിക്കൽ കോളേജുകളുടെ വികസനം തലസ്ഥാനത്തു മാത്രമായി ഒതുങ്ങുന്നില്ല. പുതിയ കെട്ടിടങ്ങളും ചികിത്സാ സൗകര്യങ്ങളുമായി കേരളത്തിന്റെ മെഡിക്കൽ കോളേജുകൾ ഓരോന്നും മികവിന്റെ കേന്ദ്രങ്ങളായി മാറുന്നു. മഹാവ്യാധികളുടെ പ്രളയക്കടലുകൾ നീന്തിക്കടക്കാൻ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം പ്രാപ്തമാകുന്നത് ഇത്തരത്തിൽ അടിസ്ഥാന തലം മുതൽ പുനർനിർമ്മിച്ചെടുത്ത സുശക്തമായ ഒരു കോട്ടയുടെ പിൻബലത്തിലാണ്. നിപ്പയെ അതിജീവിച്ച നമ്മൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആവശ്യകത തിരിച്ചറിയുന്നു. കോവിഡിനോട് പൊരുതുമ്പോൾ തന്നെ കോവിഡ് ഹോസ്പിറ്റൽ എന്ന സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുന്നു. ഇതാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ലോകം ശ്രദ്ധിക്കുന്ന ഇച്ഛാശക്തിയുടെ രാഷ്ട്രീയം. സമത്വത്തിന്റെ രാഷ്ട്രീയം സ്വപ്നം മാത്രമാണെന്ന് കരുതുന്നവർക്ക് കേരളത്തിൽ ഇന്ന് നടക്കുന്ന ആരോഗ്യരംഗത്തെ വിപ്ലവം മറുപടിയാണ്. ഉപഭോഗ സംസ്കാരം വിളയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി പഞ്ചനക്ഷത്ര ആശുപത്രികളുടെ അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ പകച്ചു നിന്നുപോയ ഒരു ജനതയ്ക്ക് മുന്നിൽ അവരുടെ ഹൃദയത്തുടിപ്പറിയുന്ന ഒരു സർക്കാർ പുതിയ കവാടങ്ങൾ തുറന്നിടുന്നു. തങ്ങൾക്ക് അന്യമെന്ന് കരുതിയ അത്യാധുനിക ചികിത്സാ കേന്ദ്രങ്ങൾ അവരുടെ സ്വന്തമായി മാറുന്നു. കേരളമെങ്ങും ഈ മാറ്റത്തിന്റെ സൗഖ്യം തിരിച്ചറിയുന്നുണ്ട്.